ജോസഫിന് ദൈവം ഒരു ഡ്രീം കൊടുത്തു, വലിയൊരു ഡ്രീം അവിടുത്തെ. പക്ഷെ ജോസഫ് കടന്നുപോയ ചലഞ്ചസ് വലുതായിരുന്നു. അപ്പൊ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ ചലഞ്ചസ് അതിൻ്റെ കൂടെ ഉണ്ട്. വെല്ലുവിളികളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും, പ്രതിസന്ധികളിലൂടെ എന്തെടുക്കേണ്ടി വരും, നിങ്ങൾ കടന്നു പോകേണ്ടി വരും ആ ദൈവത്തിന്റെ ഡ്രീമിലോട്ട് എത്താൻ. അല്ലാതെ ഈസി ആയിരിക്കത്തില്ല ദൈവത്തിന്റെ പർപ്പസിലോട്ട് നിങ്ങൾ എത്താൻ വേണ്ടി. ഇപ്പം ജോസഫിന്റെ ലൈഫിൽ കടന്നുപോയ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് അറിയാം. ഒന്ന്, അവൻ റിജക്ഷൻ അനുഭവിക്കേണ്ടി വന്നു. ചേട്ടന്മാർ അവനെ വെറുത്തു, ചേട്ടന്മാർക്ക് അവനോട് അസൂയായിരുന്നു. ലൈഫിൽ റിജക്ഷൻസ് അനുഭവിക്കാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? ആരും നിങ്ങളെ ഒന്നിനും റിജക്ട് ചെയ്തിട്ടില്ല. സോ ഈ ലൈഫിൽ പലപ്പോഴും നമ്മൾ റിജക്ഷൻസിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും. നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെടലിലൂടെ കടന്നു. ഇവന്റെ നോക്കിക്ക് അവൻ റിജക്ഷൻ അനുഭവിച്ചു. രണ്ട്, അവന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു. ഈ ലോസ്റ്റ് ഐഡന്റിറ്റി. അവന്റെ വസ്ത്രവും വലിച്ചു കയറി നല്ല ഒരു അപ്പന്റെ മകനായിട്ട് ജീവിച്ചവനെ അടിമയായിട്ട് വിട്ടു. കംപ്ലീറ്റ് അവന്റെ ലൈഫ് തന്നെ നശിച്ച അവസ്ഥയിലായി പോയി. കണ്ടോ, കടന്നു പോയി. അവൻ എന്തോ ചെയ്തിട്ട് അവൻ വല്ല കുറ്റം ചെയ്തോ? ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിലാണ് ഈ അനുഭവം മുഴുവൻ അനുഭവിക്കേണ്ടി വന്നത്. അവൻ റിജക്ഷനിലൂടെ കടന്നുപോയി. അപ്പൻ ഒന്നാമത് അമ്മ നേരത്തെ മരിച്ചുപോയി. കുറെ സഹോദരന്മാരെന്ന് പറഞ്ഞ് കുറെ പേരുണ്ട്. അവന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു, റിജക്ഷനിലൂടെ കടന്നുപോയി. ചേട്ടനും ഇല്ല, അപ്പനും ഇല്ല, ലോൺലിനെസ്സിലൂടെ കടന്നുപോയി. എന്ന് മാത്രം ഹോം സിക്നെസ് അവൻ അനുഭവിച്ചു കാണും. നമ്മൾ കോളേജുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ അനുഭവിക്കും, അല്ലയോ? വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, രണ്ടാഴ്ച നീറ്റിന്റെ എക്സാമിന് വേണ്ടി മാറ്റി നിർത്തുമ്പോൾ അയ്യോ എന്റെ വീട്ടിലെ സാമ്പാർ, എന്റെ മമ്മിയുടെ സാമ്പാർ. അതുവരെ മമ്മിയെ കുറ്റമാണ് ഫുൾ ടൈം. മമ്മിയുടെ സാമ്പാർ കൊള്ളത്തില്ല, അപ്പുറത്തെ ആന്റിയുടെ സാമ്പാറാണ് അടിപൊളിയാണ്. പക്ഷെ എന്നാ നമ്മൾ ഈ സാമ്പാറിന്റെ രുചി അറിയുന്നതെന്നറിയോ? നമ്മളെ വീട്ടിൽ നിന്ന് മാറ്റി. അന്ന് നമ്മൾ പറയും, എന്റെ മമ്മിയുടെ സാമ്പാർ ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ മമ്മിയുടെ ചിക്കൻ കറി ഉണ്ടായിരുന്നെങ്കിൽ. ഇവന് കടന്നുപോയി ഹോം സിക്നെസ്സിലൂടെ, ലോൺലിനെസ്സിലൂടെ കടന്നുപോയി. നിങ്ങൾ നോക്കിക്കേ, ടെംപ്റ്റേഷനിലൂടെ കടന്നുപോയി. ഇവിടെ ടെംപ്റ്റേഷൻ അനുഭവിക്കാൻ തരയിലുണ്ട്. ഇവിടെ ഉണ്ടായ അവന്റെ സ്വപ്നത്തിലോട്ട് എത്തുന്നതിനും ഇതെല്ലാം അവൻ ക്രോസ് ചെയ്തു. നോക്കിക്കേ, അവന്റെ നീതി നിഷേധിക്കപ്പെട്ടു. അവൻ ഒരു തെറ്റും ചെയ്യാതെ അവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ഡിനയൽ ഓഫ് ജസ്റ്റിസ്. നമുക്ക് ഏറ്റവും പെയിൻ ഉള്ള കാര്യം, നമ്മളൊരു കാര്യം നന്നായിട്ട് ചെയ്തിട്ട് അകാരണമായി നമ്മൾ വേദന അനുഭവിക്കേണ്ടി വന്നാൽ ദുഃഖം ഉണ്ടാവുകയില്ലേ? അവൻ അനുഭവിച്ചു. അവൻ സഹായിച്ചവർ അവനെ മാറും. നമുക്ക് ഏറ്റവും വലിയ പരാതി അതാണ്, ഞാൻ സഹായിച്ചവർ എന്നെ മാറും. അങ്ങനെ പരാതി ഇല്ലാത്ത ആരെങ്കിലും നമ്മൾ സഹായിക്കുന്നവർ നമ്മളെ മറക്കും. എന്തൊരു വേദനയില്ലയോ? ഇതെല്ലാം ചലഞ്ചസിലൂടെ ആരും പോയി. ജോസഫ് കടന്നുപോയി. പക്ഷേ അവൻ ദൈവസന്നിധി വിശ്വസ്തനായിട്ട് അവൻ ആ ഡ്രീം ഫുൾഫിൽ ചെയ്യുന്നവരെയും അവൻ വെയിറ്റ് ചെയ്തിരുന്നു. ഹല്ലേലൂയ. അപ്പം ഈ റോങ് ചോയ്സ് എടുത്തിട്ട് ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ സെറ്റിൽ ചെയ്യാൻ നിങ്ങൾ നോക്കരുത്. ദൈവത്തിന്റെ പർപ്പസ് തിരിച്ചറിഞ്ഞിട്ട് ചലഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ചലഞ്ചസ് വരുമ്പോൾ അത് ഫേസ് ചെയ്യണം. പരീക്ഷ നിൽക്കുമ്പോൾ ആദ്യമേ എന്ന് പറയാൻ ഞാൻ തോക്കും. ഞാൻ പല പിള്ളേരോട് തോറ്റു. എടാ, പരീക്ഷ എന്നാ ഡേറ്റ് വന്നിട്ടില്ല, അതിന് മുമ്പേ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തോക്കുമെന്ന്. പിന്നെ അവൻ തോക്കാതിരിക്കും? അവൻ തോക്കും. പരീക്ഷയുടെ ഡേറ്റ് വരുന്നതിന് മുമ്പേ അവൻ പറയാൻ ഞാൻ തോക്കും. ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഇനി സമയമുണ്ട് പഠിക്കാൻ. അപ്പം ദൈവത്തിന് നിങ്ങളുടെ ലൈഫിൽ വലിയ പർപ്പസ് ഉണ്ട്. ഞാൻ ചില സ്പീഡിൽ മുന്നോട്ട് പോകണം, കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. 3 A ആണ് നമ്മളെ ലൈഫിൽ തകർക്കുന്നത്. ഞാൻ യൗവനക്കാരുടെ ലൈഫ് നോക്കാം. 3 A എന്തൊക്കെയാണെന്ന് അറിയാം? 1, അഫെയർ. എല്ലാവർക്കും അറിയത്തില്ല. ആരെയും നമുക്കൊരു മാറ്റമില്ല, എല്ലാം ഭയങ്കര സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പിൽ വീഴുക. ഓക്കെ, അത് എന്തെടുക്കും നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ? നിങ്ങളെ അഡിക്ഷൻസിനെ കുറിച്ചൊക്കെ ഇവിടെ പറയാൻ ഞാൻ എവിടെയൊന്നും പോകുന്നില്ല. ഒത്തിരി അഡിക്ഷൻസ് ഉണ്ട്. അപ്പം ഈ പേപ്പർ ഒക്കെ ഫില്ല് ചെയ്തപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് സത്യസന്ധമായിട്ട് അത് ഫില്ല് ചെയ്തെന്നറിയോ? ഞാൻ എത്രയോ നാളുകളായി യൗവനക്കാരാണ് നിൽക്കുന്നത്. അതിനകത്ത് ഒരു അഡിക്ഷൻ പോലും ആരും എഴുതിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അത്രയും നല്ല പിള്ളേരായിരുന്നു. നിങ്ങൾ മാസ്ക് ഇടുന്ന എവിടാ? ദൈവത്തിന്റെ മുന്നിലാണോ മാസ്ക് ഇടുന്നത്? അഡിക്ഷൻസ് എല്ലാവരും ലൈഫിൽ കാണും. 3, ആൻസൈറ്റി, ഉൾക്കണ്ട. എന്റെ ലൈഫ് എന്താ, ഞാൻ മുന്നോട്ട് എങ്ങനെയാവും? ഭയം. അതിലൂടെ ഭയം വരുന്നു, ഡിപ്രഷനിലോട്ട് പോകുന്നു. ഞാൻ ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ലല്ലോ. ഉത്കണ്ഠ, ആൻസൈറ്റി, ഇത് 3 നമ്മളെ പുറകോട്ട് വലിക്കുന്ന സംഭവമാണ്. എന്തൊക്കെ? അഫെയർ,
ടെൻഷൻസ്, ആൻസൈറ്റി. ഇത് ലൈഫിൽ നിങ്ങളുടെ കരിയറിനെ പിന്നോട്ട് വലിക്കുന്ന സംഭവങ്ങളാണ്. യഥാർത്ഥ ദൈവത്തിന്റെ പർപ്പസ് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ദൈവം വെച്ചിട്ടുണ്ടായിരിക്കും. അതിനെ മുടിച്ചു കളയുന്ന സംഭവങ്ങളാണ് പല ചലഞ്ചസുകൾ. അതിന്റെ നടുവിൽ അതിനെ ഡയറക്റ്റ് ആയിട്ട് ഫേസ് ചെയ്തിട്ടല്ലേ, അത് കോംപ്രമൈസ് ചെയ്യരുത്. ദാനിയേലിന്റെ മുന്നില് രാജാവ് ഒരു ഡ്രിങ്ക് ഓഫർ ചെയ്തു. രാജാവ് കൊടുത്തതാണ്. പക്ഷെ അവനൊരു തീരുമാനം എടുത്തു, ഇത് കഴിച്ച് ഞാൻ എന്നെ അശുദ്ധനാക്കത്തില്ല. അത് അവൻ കോംപ്രമൈസ് ചെയ്തില്ല. അതുകൊണ്ട് എന്തോടുത്തു? ദൈവം അവനെ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ എത്തിച്ചു. ഞാൻ നിങ്ങളോട് പറയുവാണ്, നിങ്ങൾ പഠിക്കാൻ ബുദ്ധി കുറവുള്ളവരായിരിക്കും, പഠിക്കാൻ കഴിവില്ലാത്തവരായിരിക്കും, നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ ലെവലിലോട്ട് നിങ്ങൾക്ക് എത്താൻ പല സ്ട്രഗിളുകൾ ലൈഫിലുണ്ടായിരിക്കും. പക്ഷെ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കരിയർ നിന്റെ ലൈഫിൽ ദൈവത്തിന് തുറക്കാൻ പറ്റും.